അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഈ ഒരു കപ്പിൽ 3 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മൈദപ്പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനാൽ ഒരു 3 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു കപ്പിൽ 1.5 കപ്പോളം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പോളം, ഈ ഒരു കപ്പിൽ തന്നെ 3/4 കപ്പോളം ഒരു വറുത്ത റവ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ തേങ്ങാക്കൊത്ത്, എള്ള്, നല്ല ജീരകം, ഏലക്കായ ഇവയെല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പോരാതെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ്സോളം പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചൂടുള്ള ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതിനാൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറു ചൂടിലാണ് ശർക്കര പാനി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അതല്ല തലേദിവസം ഉണ്ടാക്കി മാവ് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവിനെ ഞാൻ ആക്കിയിട്ടുണ്ടേ. ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളുടെ മാവ് നല്ല ചൂടായ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചീശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചട്ടിയിൽ നിന്ന് കുഴിയപ്പം, നമ്മളിവിടെ കുഴിയപ്പം എന്നും പറയും, അതുകൊണ്ടാണ് കുഴിയപ്പം എന്ന് വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടും. അത് റെഡി ആയിട്ട് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം, അങ്ങനെ ഓരോ ഭാഗം മാറി മാറി നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തൊന്നുമില്ല. നല്ല നല്ല ഉണ്ണിയപ്പം കേട്ടോ റെഡിയായി കിട്ടുക. ദാ ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം വാങ്ങി വെക്കാം കേട്ടോ. ദാ ഇതേപോലെ കിട്ടും കേട്ടോ. അതേപോലെ നമുക്ക് അടുത്തതും തയ്യാറാക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാ ഇതുപോലെ ആരെടുത്ത് വരണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയെന്നാണ് കേട്ടോ. കാരണം മാവ് വെവ്വാതെ അതിനുള്ളിൽ ഉണ്ടാവില്ല, ഇതേപോലെയുള്ള ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാവേ.